ഇന്ന് നമുക്ക് ഒരു ബർഗർ ബൺ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നല്ല സോഫ്റ്റുമാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ആദ്യം തന്നെ 2.5 കപ്പ് മൈദ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇളം ചൂടുള്ള പാല് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാൻ 1/4 കപ്പോളം പാൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്ര ആവശ്യം വന്നില്ല. ഒരു 2 ടേബിൾ സ്പൂണോളം കുറവ് മതിയായിരുന്നു. ഇനി ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് കുറച്ച് ഓയിലും കൂടി തടവി കൊടുത്ത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്താലാണ് ഇത് ഡബിളായിട്ട് പൊങ്ങി വരുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മെഷർമെന്റിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ളൊരു 6 ബൺസാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വലുപ്പമാണോ വേണ്ടത് അത്രയും വലുപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കുക. ഞാൻ എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേളിൽ കുറച്ച് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അത് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് കുറച്ച് വെളുത്തെള്ളും കൂടി ഇട്ട് കൊടുക്കുക. ഈ സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് കാണാനൊരു ഭംഗിക്കും പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഈ ഒരു ലുക്കാണല്ലോ, അതിന് വേണ്ടിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ ബർഗർ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.